സുപ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. പാനൊക്കെ അടുപ്പിലായിട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് തേങ്ങയില്ല, രാവിലെ നമുക്ക് തേങ്ങയില്ലാതെ ചട്നി ഉണ്ടാക്കിയാലോ, ദോശയും ചുട്ട്. അപ്പം ഞാൻ വിചാരിച്ചത് നമുക്ക് ഒരുമിച്ച് ചെയ്യാം, വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ അതിനായിട്ട് കുറച്ച് നിലക്കടല എടുത്തിരിക്കുന്നത്. അപ്പം നല്ല രുചികരമായിട്ട് പണ്ട് എൻ്റെ ഗ്രാൻഡ് മദറിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പിന്നെ അവർക്ക് ഈ ഷുഗറും ഒക്കെ ഉള്ളവർക്കായതുകൊണ്ട് അവർക്കിങ്ങനെ തേങ്ങ അധികം ഉപയോഗിച്ചുകൂടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചിരുന്ന ഇത് നമുക്ക് കൂടെ ഒന്ന് ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ കുറച്ച് നിലക്കടല, കുറച്ച് പുട്ടുകടലയും പിന്നെ ഞാൻ കുറച്ച് ഉഴുന്നും കൂടാണ് ചേർത്തിരിക്കുന്നത്. അത് ഒരുമിച്ച് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാക്കി നല്ലപോലെ വറക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ സവാള അരിഞ്ഞ് ഒരു ചെറിയ സവാള ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് എരിവുള്ള വേണ്ടി വറ്റൽമുളകാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. നമുക്കിത് ഒരുമിച്ച് നമുക്കിതിനകത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ അതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് തക്കാളി അരിഞ്ഞിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇത് ഒരുമിച്ച് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ ചട്നിയുടെ മിക്സ് ഇതാണ്. അപ്പം നമുക്ക് അതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് നല്ലതുപോലെ അതൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഏകദേശമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നിലക്കടലയും ഉഴുന്നും കടലയും ഒക്കെയാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം വെളിച്ചെണ്ണയിലൊന്ന് നല്ലപോലെ മൂപ്പിച്ച് ആവശ്യത്തിനുള്ള എരിവിന് വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് തണുക്കാനായിട്ട് വേഗത്തിൽ വെക്കാം. അപ്പോൾ ഇതെല്ലാം ഏകദേശം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുടാം. ഞാൻ ദോശയ്ക്ക് നേരത്തെ തന്നെ അരിയൊക്കെ അരച്ച് അത് ഉപ്പൊക്കെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഞാനൊരു ദോശ ചൂടാനായിട്ട് കല്ലടുപ്പി വെച്ചിട്ടുണ്ട്. അപ്പം അത് നല്ലെണ്ണ പുരട്ടി ഇനി നമുക്ക് മാവ് കോരി ഒഴിച്ച് ദോശയും കൂടെ ചുട്ടെടുക്കാം. അപ്പോഴത്തേക്ക് അത് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ചട്നിയുടെ ഇതൊക്കെ തണുത്ത് വരട്ടെ. അപ്പോഴാണ് നമുക്ക് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദോശയൊക്കെ നല്ലപോലെ ചുട്ടെടുക്കുകയാണ്. അപ്പം ഉഴുന്ന് ഞാൻ അതിന് നല്ല പതയുന്ന ഉഴുന്നാണ്. നല്ല ക്വാളിറ്റിയുള്ള ഉഴുന്ന് ചേർക്കുകയാണെങ്കിൽ ദോശ നല്ല സ്പോഞ്ചായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ ആ ദോശയൊക്കെ ഒന്ന് വേഗത്തിൽ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. മറ്റേ തണുക്കുമ്പോഴത്തേക്ക് രാവിലെ നമുക്ക് ദോശയ്ക്കായാലും ഇഡ്ഡലിക്കായാലും പൂരിയാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ഒക്കെ നമുക്ക് പ്ലെയിൻ ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെയും നമുക്ക് ഈ ചട്നി ഉപയോഗിക്കാം. നല്ല രുചികരമാണ്. അപ്പോൾ ആർക്കും അത് ഉപയോഗിക്കുകയും ചെയ്യാം. ഏതെല്ലാം പേഷ്യൻസ് അങ്ങനെയൊക്കെയുള്ള അസുഖക്കാർക്കൊക്കെ ആണെങ്കിലും തേങ്ങ ഉപയോഗിച്ചുവിടാത്തവർക്കൊക്കെ ഈ രീതിയിലുണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ അത് ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം ശരിക്കും ഞാൻ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് തണുത്ത ബാറ്റർ നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുക്കണം. കാരണം അത് കടുക് വറുത്ത് താളിക്കേണ്ട കാര്യമുണ്ട്. അപ്പം അതൊക്കെ ഞാൻ ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം. കുറച്ച് വെള്ളം, 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഞാനിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കട്ടെ. നല്ലതുപോലെ മയത്തിൽ അരച്ചെടുക്കണം. അപ്പം ശരിക്കും ഇനി നമുക്കൊരു കടുക് വറുത്ത് താളിച്ചാൽ മാത്രം മതി. അപ്പം ഞാൻ ആ പാൻ തന്നെ അടുപ്പിൽ വെച്ച് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം കടുകും ഇട്ട് 2 വറ്റൽമുളകും ഇട്ട് അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇട്ടാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ഇല്ലാത്ത ചട്നിയും ഒക്കെ ആവും. അപ്പം നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന ബാറ്ററിനകത്തോട്ട് ഒഴിച്ച് നല്ലതുപോലെ ഇനി അതൊന്ന് ഇളക്കിയാൽ മതി. കാരണം ഇത് നല്ലൊരു കട്ടിക്കാണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ മിക്സിയുടെ ജാറിനകത്ത് ലേശം വെള്ളവും കൂടെ ഒഴിച്ച് ഞാനത് ഒരുമിച്ച് നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകത്തിനാക്കി എടുക്കാം. അപ്പം അല്പം വെള്ളം കൂടെ നമുക്കൊന്നൊഴിച്ച് താളിച്ചെടുത്താൽ ഏറ്റവും ബെറ്ററായുള്ള ചമ്മന്തിയാണ്. അപ്പം നിങ്ങളൊക്കെ ഇത് ചെയ്ത് നോക്കണം. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. രുചികരമായ ചമ്മന്തിയാണ്. അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ തന്നെ മിക്സ് ചെയ്തതുകൊണ്ട് വേണമെങ്കിൽ ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ അല്പം ചേർക്കാം. പക്ഷേ വേണ്ടി വന്നില്ല. അതുകൊണ്ട് ഞാൻ ദോശയുടെ കൂടെ തന്നെ ചമ്മന്തി ഒഴിക്കുകയാണ്. നല്ല സോഫ്റ്റ് ദോശയും ചമ്മന്തിയാണ്. ഓക്കെ, നിങ്ങൾ ഇനി ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഓക്കെ, താങ്ക്സ്. ഓക്കെ.